ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തട്ടുകടകളിലൊക്കെ ലഭിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് എരിവുള്ളതും ഇല്ലാത്തതും 2 മുളക് പൊടിയും കൂടെ മിക്സാക്കിയുള്ളതാണിത്. അത് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എരി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യുക. ഇത് ഒട്ടും തന്നെ വെള്ളമില്ല, കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോഴേ നമ്മുടെ മാവെല്ലാം നമ്മുടെ ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരത്തുള്ളൂ. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇത് പേസ്റ്റാക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ. ചെറുതായിട്ട് അരിഞ്ഞതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടാണ് എടുത്ത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ, ഫ്രീസർ അല്ലാതെ ഫ്രിഡ്ജിൻ്റെ താഴെ വേണമെങ്കിൽ 1 മണിക്കൂറോളം വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കട്ടയൊന്നും പിടിച്ചിട്ടില്ല. 30 മിനിറ്റാണ്. അതുപോലെ മാവിൽ കുഴച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കട്ട പിടിക്കാനൊക്കെ കുറേ സമയം എടുക്കും. പക്ഷേ മാവൊക്കെ നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഓരോ പീസുകൾ വെച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ഫ്രൈ തട്ടുകടകളിലൊക്കെ ലഭിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റുമാണ്. നമ്മൾ ഉള്ളി ഐറ്റംസ് ഒന്നും തന്നെ ഇതിലോട്ട് ചേർത്തിട്ടില്ല. കുറച്ച് പൊടികളും നമ്മുടെ മാവ് 2 ഐറ്റം മാവും ഒക്കെ ചേർത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഇത് ചെയ്തെടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചാലും മതിയാകും. ഈ മാവിൻ്റെ കോട്ടിംഗ് ഒക്കെ ഈ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. ഇത് പിന്നെ ചെറിയ പീസുകളൊക്കെ ആക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കനൊക്കെ നല്ല വെന്ത് എരിവും ഉപ്പൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് മാവൊക്കെ മുക്കി പൊരിച്ചതായതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിം ആകുമ്പോൾ നല്ല ഒരു കളറിൽ മൊരിഞ്ഞ് കിട്ടും. ആവശ്യത്തിനുള്ള വേഗം ആയി കിട്ടുന്നതാണ്. ഇത് ഏതാണ്ട് നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഒരിക്കൽ കൂടി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തീ കൂട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. അത് ഏത് സാധനം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും തീ ഒന്ന് നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എണ്ണ ഒട്ടും തന്നെ പിടിക്കുകയില്ല. ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അടുത്തതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലോട്ട് ഞാനൊരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിച്ചതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.